ജിൻഡോയുടെ ക്യാപ്റ്റൻസിയെ കുറിച്ച് ഇതുപോലൊരു ചർച്ച ചെയ്യുന്ന ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ റസ്മിനോട് ചോദിച്ചു എങ്ങനെയുണ്ട് ജിൻഡോയുടെ ക്യാപ്റ്റൻസി എന്ന്. ആ സമയത്ത് റസ്മിൻ അടിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു ലാലേട്ട എന്ന. പക മനസ്സിൽ വെച്ച് ഗെയിം കളിച്ചിരുന്ന ഒരാളല്ല ജിൻഡോ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം ജിൻഡോ നല്ല ഒന്നാന്തരമായിട്ട് പക മനസ്സിൽ വെച്ച് കളിക്കാൻ തുടങ്ങും എന്നാണ്. കാരണം ഇത് രതീഷിനോട് പുള്ളി ഒരു രാത്രി പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇനിയും മുതൽ ടപ്പ എന്ന് പറഞ്ഞ് പൊട്ടിക്കും എന്നൊരു കാര്യം. ആ ഒരു പൊട്ടിക്കലിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡിന് ശേഷം നമ്മുടെ റസ്മിനുമായിട്ട് ജിൻഡോ ഒരു അടി ഉണ്ടാക്കുന്നത്. ജിൻഡോ പുള്ളിയുടെ ക്യാപ്റ്റൻസിയിൽ 100% കൊടുത്തിട്ടും റസ്മിന്റെയും പിന്നെ പലരുടെയും നാവിൽ നിന്നും ഫ്ലോപ്പ് എന്ന് കേൾക്കേണ്ടി വന്നത് ജിൻഡോയ്ക്ക് ഹേർട്ട് ആയിട്ടുണ്ടാവാം. അതായിരിക്കാം ഇന്ന് അങ്ങനെ ഒരു കാര്യം. ഇപ്പൊ റസ്മിന്റെ ക്യാപ്റ്റൻസിയെ കുറിച്ച് ജിൻഡോ ഫ്ലോപ്പ് എന്ന് പറഞ്ഞത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഇപ്പം റസ്മിന്റെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോ ജിൻഡോ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചൊരു മറുപടിയാണ് പറഞ്ഞത്. ഇപ്പം റസ്മിന്റെ ക്യാപ്റ്റൻസി തീരെ പോരായിരുന്നു എന്ന് പിന്നെ കുറെ കാരണങ്ങൾ ഇങ്ങനെ നിരത്തി പിടിച്ച് പറയുന്നുണ്ട്. അതിലേക്കൊന്നും ആഴത്തിൽ കടക്കുന്നില്ല. റസ്മിൻ ഒരു നല്ല ക്യാപ്റ്റൻ ആയിരുന്നില്ല എന്ന് റസ്മിൻ തന്നെ അംഗീകരിച്ചു തന്നാണ് ലാലേട്ടന്റെ മുന്നിൽ വെച്ച്. ഞാനും ഒരു ടീമിലായിരുന്നു ഈ ആഴ്ച, അതുകൊണ്ട് പരമാവധി ടീം സ്പിറ്റിൽ കളിച്ചു എന്നാണ് റസ്മിൻ പറഞ്ഞത്. പിന്നെ റസ്മിൻ സോഫ്റ്റ് ആയിട്ടാണ് കളിച്ചതെന്ന് പലരും, എന്ന് വെച്ചാൽ ക്യാപ്റ്റനായിട്ട് ഡ്യൂട്ടീസ് ചെയ്തതെന്ന് പലരും അവിടെ പറയുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ലാലേട്ടൻ പോയി കഴിഞ്ഞ് ജിൻഡോയുടെ മണ്ടയ്ക്ക് ഒരാവശ്യവുമില്ലാതെ കുതിര കയറുന്ന ഒരു റസ്മിനെയാണ് കണ്ടത്. ഇത് ജിൻഡോയുടെ ഗെയിം പ്ലാൻ ഏഷ്യതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. തനിക്ക് ഞാൻ ഇനി ഒരു പരിഗണനയും തരില്ലടോ, തന്റെ അവസാനമാണ് ഈ ആഴ്ച, തന്നെ ഞാൻ കാണിച്ചു തരാമടോ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഭീഷണിയും പിന്നെ ട്രിഗർ ആയിട്ടുള്ള ആ ഒരു ബഹളം വെക്കലുമായിരുന്നു റസ്മിന്റെ വക. ഒരു 2-3 ആഴ്ചകൾക്ക് ശേഷം റസ്മിന് നോണായി കണ്ടത് ഇപ്പോഴാണ്. ജിൻഡോയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ തിരിച്ചൊരു ഭയങ്കര നല്ല രീതിയിലൊരു വഴക്കുണ്ടാവുന്നുണ്ട്. ഇത് മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് ജിൻഡോ ലാലേട്ടന്റെ മുന്നിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ഗെയിം കളിച്ചത്. അത് നല്ല ഒന്നാന്തരമായിട്ട് വർക്ക്ഔട്ടായി. പിന്നെ റസ്മിൻ റിയാക്ട് ചെയ്തു ജിൻഡോയെ ഭീഷണിപ്പെടുത്തി. ഇത് റസ്മിന് നെഗറ്റീവ് ആവുമെന്ന് പുള്ളിക്ക് നല്ലപോലെ അറിയാം. എല്ലാം കണക്കൂട്ടി തന്നെയാണ് ജിൻഡോ അങ്ങനെ ഒരു ഗെയിം കളിച്ചത്. ബുദ്ധിരാക്ഷസനാണ്. സീസൺ 6 ചാണക്യൻ എന്ന് അടിവരയിട്ട് പറയാൻ പറ്റിയ ഒരു പേര് തന്നെയാണ് ജിൻഡോ. അതാണ് ഈ ഒരു ഗെയിം തെളിയിക്കുന്നത്. റസ്മിനെ ഒന്ന് ഓൺ ആക്കിയെടുത്ത് റസ്മിനിലൂടെ പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാനാണ് ജിൻഡോയുടെ ശ്രമങ്ങൾ. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട്